Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണീച്ചിയുണ്ട്, കുഞ്ഞു ബേബി ഉണ്ട്, അവിടെ ഉണ്ട്, കാശിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇന്ന് 56, അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് 56ാമത്തെ ദിവസമാണ്. നമ്മുടെ ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ 56ൻ്റെ അന്ന് അമ്പലത്തിൽ കയറണമെന്നാണ്. ഇവിടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോകണം, ദേവീനെ കാണണം. അപ്പോൾ ഇന്ന് 10 മണിയായി കേട്ടോ. അപ്പോൾ ദേവീനെ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഇവിടെ പനയത്തമ്പലമാണ് തൊട്ടടുത്തുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് അമ്മേനെ കാണണം, തൊഴണം. ബേബീനെ അകത്ത് കയറ്റാൻ പറ്റില്ല, ബേബിക്ക് നൂലിട്ട് ചോറുടുപ്പ് കഴിയാതെ ബേബീനെ അകത്ത് കയറ്റാൻ പറ്റില്ല. ഞങ്ങൾ മാറി മാറിക്കാം. നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ പനയത്ത് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കും. അപ്പോൾ നാട്ടിൽ വരുമെങ്കിൽ എനിക്ക് ഇവിടെ കണ്ണൂർ പോകാം. കാശിക്ക് നേർച്ചയുണ്ട്, കുഞ്ഞിന് നേർച്ചയൊന്നും ഞാൻ നേർന്നിട്ടില്ല. കാശിയുടെ സമയത്ത് നല്ല നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. കാശിയുടെ നേർച്ച ഒന്ന് മൂകാംബികയുണ്ട്, മൂകാംബികയിലുണ്ട്, അവിടെയൊക്കെ കൊടുക്കാന്നുണ്ട്. അപ്പം ഇപ്പൊ ദേ അമ്പലത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പൂവ് വീട്ടിൽ പിടിച്ച പൂവാ, രാവിലെ അമ്മാവ് വെച്ച് വെച്ചാ അമ്പലത്തിൽ കൊടുക്കണം പറഞ്ഞിട്ട്. ഇവ ഇങ്ങനെ ഇരുന്ന് ഞൊളയ്ക്കുന്നുണ്ട്, എനിക്ക് കയറി ഇരിക്കാൻ പറ്റുന്നില്ല. ജാനമ്മയ്ക്ക് പനിയായിരുന്നു, ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ട് സെറ്റാക്കിയിട്ട് കൊണ്ട് തിരുത്തിയേക്കാണ്. അപ്പം ഇന്നത്തെ വലിയ വിശേഷങ്ങളൊന്നുമില്ല. അമ്പലത്തിൽ കയറണം, പിന്നെ എനിക്ക് കൊറിയർ വന്നിട്ടില്ല. എവിടെ നടന്ന മറ്റേ ഡോക്ടർ അയച്ചതാ. കൊട്ടിയത്ത് പോകുന്നുണ്ടോ? അപ്പൊ കൊട്ടിയത്തൂടെ പോയി കൊടുത്തിട്ട് പോ. സൂരജിന്റെ കൈ കൊടുത്താലും മതി കേട്ടോ. എന്നാ കൊണ്ടേ കൊടുക്കാം. എന്നാ പിന്നെ ഇവിടെ ലൂയിലൂടെ കയറിയല്ലോ, 2 മണിയുടെ നമുക്ക് നല്ല സമയമുണ്ടല്ലോ. ചെറുക്കം പൊടിച്ചിട്ട് ഈ ഡ്രസ് അപ്പം നമുക്ക് ഇന്നത്തെ വ്ലോഗ് കാണാം. ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടാൽ കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒന്നും ഇതിൻ്റെ അകത്ത് കാണത്തില്ല. എൻ്റെ ഒരു ഫാമിലി ലൈഫ് അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. എൻ്റെ ഒരുവിധ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത്. കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇവന് സംസാരിക്കാൻ വേണമെന്ന് പറഞ്ഞ് ഇന്നലെ കമന്റ് ചെയ്തിട്ടുണ്ട്. സംസാരിക്കാൻ വിട്ടാൽ ചെയ്താലും കുഴപ്പം ഉണ്ടായിരുന്നോണം. ശരി, ഇതേ അമ്പലം എത്താറായി. അങ്ങനെ തേണ്ടി നമ്മളിത് ആ അമ്പലത്തിലെത്തി. ഇത് തൃപ്പനയം ദേവീക്ഷേത്രമാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് തൃപ്പനയത്തുള്ളതുകൊണ്ട് അമ്പലം കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഐശ്വര്യമുള്ള അമ്പലമാണ്. അതുപോലെ തന്നെ ഭയങ്കര ഒരു കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. എനിക്ക് അതുകൊണ്ടിട്ട് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതു ഇറങ്ങി. ഇപ്പോൾ ഇത് ജപിക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷം ഒന്നും പറയണ്ട. നമ്മൾ കുഞ്ഞു ബേബിനെ കണ്ടേ, ബേബിനെ കാണിച്ചിട്ടെ. കാണിച്ചിട്ടില്ലേ? ഇന്നലെ കാണിച്ചായിരുന്നു. കറക്റ്റായിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടല്ലേ ബേബിനെ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. കാച്ചി ജാനിയോടെ ജാനി ഹായ് പറ. ജാനി ഹായ് പറ. വെൽക്കം ബാക്ക് പറഞ്ഞു ജാനി. വെൽക്കം ബാക്ക് പറഞ്ഞു. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. ജാനി വെൽക്കം ബാക്ക് പറ. ഹായ് ഡിയർ, വെൽക്കം ബാക്ക് ടു അവർ. പറ പറയാവുള്ളൂ. ഇപ്പൊ നാളെ കാശി ഫ്ലൈങ് കിസ് കൊടുത്തേ. അവിടെ നിന്ന് നമ്മൾ വീട്ടിൽ പോയി ജിത്തുമോനെ വിളിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ അമ്മച്ചിയുടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ബേബീനെ ഗോകുവിനെ ഏൽപ്പിച്ചു. ഗോകു അമ്പലത്തിൽ കയറുന്നില്ല എന്നാണ്. ഗോകുവിനെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ ശരണീച്ചിയും ജാനിമോളും കൂടെയാണ് തൊഴാൻ പോയത്. കാശിക്കുട്ടനെയും വണ്ടിക്കകത്ത് ഇരുത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ജിന്നുണ്ട് കേട്ടോ. ജിന്നിൻ്റെ ഒരു പ്രതിഷ്ഠയുള്ളൊരു അമ്പലം ഞാൻ കൊല്ലത്ത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓൾറെഡി ഞാൻ നമ്മുടെ
തൂയത്ത് പള്ളിയിൽ പോയത് കൊണ്ടിട്ട് ഞാൻ പിന്നെ മുസ്ലിം ചർച്ചിൽ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ, ആകെ കയറാൻ പറ്റുന്നത് ഈ ഒരു ഭാഗത്തേ ഉള്ളൂ. അങ്ങനെ അമ്പലത്തിലും കയറി ജിന്നിൻ്റെ അടുത്തും കയറി തൊഴുതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്, കൊറിയർ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടോ പോയത്. കണ്ടോ, അമ്പലത്തിന് വെളിയിലായിട്ടാണ് ജിന്നിൻ്റെ ഈ ഒരു പ്രതിഷ്ഠയുള്ളത്. നോർമൽ നമ്മൾ മുസ്ലിം പള്ളികളിൽ പോണ പോലെ അല്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി, പനയത്ത് അമ്പലത്തിൽ പോയി, അമ്മച്ചീട്ടിൽ പോയി. എലി അടിച്ചിട്ടുണ്ടല്ലേ, നല്ല വേഗമായിരുന്നു. ഇപ്പം ദേ തിരിച്ച് ഞാൻ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. 50ൻ്റെ അന്ന് ഞാൻ പള്ളി കയറിയിട്ടുണ്ടായിരുന്നു. പള്ളി കയറിയില്ല, പിന്നെ ജിന്നിൻ്റെ അടുത്ത് കയറി. അമ്മച്ചി വീട്ടിൽ തന്നെ ജിന്നുണ്ട്, അതുകൊണ്ടിട്ട് അങ്ങോട്ട് പോയത്. മുസ്ലിംസിന് ജിന്നുണ്ട്, അത് അവിടെ കയറി. പിന്നെ നമ്മുടെ എന്താ കൈറ്റീഷൻ്റെ പള്ളിയിൽ ഞാൻ കൈറ്റീഷൻ്റെ അല്ല കടവൂർ പള്ളിയിൽ മെനഞ്ഞാന്ന് പോയിട്ടുണ്ട്. മെനഞ്ഞാന്നല്ല 50ൻ്റെ അന്ന് കയറിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പള്ളിയിൽ കയറിയില്ല. പിന്നെ വേറെന്താ, ഇനിയിപ്പോൾ ദേ ഒരു ബർഗർ കഴിക്കാനൊരാഗ്രഹം. സോ ബർഗർ ലോഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടുന്ന് നേരെ ആയത്തിൽ പോയിട്ട് എനിക്കൊരു കൊറിയർ എടുക്കുന്നുണ്ട്. കൊറിയർ നമ്മുടെ ഞാൻ പ്രസവരക്ഷ ഇതില്ലേ സഹ്യ, അവിടെ നിന്ന് അയച്ചതാണ്. എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ്സ് വേണമായിരുന്നു. ബാക്ക് പെയിൻ ഉണ്ട് പുള്ളിക്കാരന്, അപ്പം അതിന് പിന്നെന്താ വേറെ എന്തിനൊക്കെ ഉള്ള കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അയച്ചിട്ടുണ്ട്. ലിബാമാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞത്. കുറേ പേരെ കൊണ്ട് എന്നോട് ഞങ്ങളുടെ അമ്മയ്ക്ക് വേണമെന്ന് അനിയത്തിക്ക് വേണമെന്ന് ഷർട്ടേജ് ചെയ്യാൻ പറഞ്ഞു. ലിബാമ നല്ല ലിബാമ, പിഗ്മെൻറ്റേഷനൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടാവുന്ന നല്ല ലിബാമ. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്, അത് പോയി എടുക്കണം. പിന്നെ തിരിച്ച് വീട്ടിൽ പോകണം. വൈകുന്നേരം കുറേ പരിപാടി ഉണ്ട്. ഇന്ന് ബേബീൻ്റെ കാത് കുത്തുന്നുണ്ട്. അങ്ങനെ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു. നമുക്ക് കാതുകുത്തൊക്കെ ഒറ്റ വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. വെറുതെ വലിച്ചിട്ട് വേറെ വലിയ വീഡിയോ വെക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ്റെ കാതുകുത്തുന്നതിൻ്റെയൊക്കെ ഇന്ന് കാണിച്ചു തരാം. ദേ ഗോഗു അവിടുന്ന് ലെഫ്റ്റ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നത് എൻ്റെ കൊറിയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസ് ആട്ടോ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ പാലുണ്ടാവാനുള്ള പൊടി ആക്ച്വലി ഫസ്റ്റ് ടൈം ഞാൻ സഹ്യയിലാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റി ഞാൻ ആമസോണിൽ നിന്ന് ചോദിച്ചു, പക്ഷേ ഉപയോഗമില്ല കേട്ടോ. ആമസോണിൽ നിന്ന് ചോദിച്ചാൽ പാലിൻ്റെ ഫ്ലേവർ മാറുന്നില്ല, പാലുണ്ടാവുന്ന ഇൻക്രീസ് ആവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സാധനം നല്ലതാണ്. അങ്ങനെ അത് 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ആരെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ കൊണ്ടുപോകാമല്ലോ. പിന്നെ ഒരു 3 ലിബാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കൊരെണ്ണം വേണമെന്ന് പറഞ്ഞു, ദേവിക്കൊരെണ്ണം വേണമെന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് വരണം. പിന്നെ ഇത് ഞവരേൻ്റെ ഫേസ് പാക്ക്, പിന്നെ ബേബി ഹെയർ ഓയിൽ, കുഞ്ഞുങ്ങൾക്കുള്ള ഹെയർ ഓയിൽ 2 എണ്ണം. ഇത്രയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ്. ഇത്ര അല്ലല്ലോ, ബേബീനെ കാതുകുത്താൻ പോകണം, എല്ലാം കാണും, കാണും. അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ട്. ബേബി നല്ല ഉറക്കമാണ്. ഞങ്ങൾ ഇന്ന് കാതുകുത്താമെന്ന് വിചാരിച്ചാണ്, പക്ഷേ കുത്തുന്ന ആൻറ്റി ഇന്നില്ലായിരുന്നു. പിന്നെ ഇന്നത്തെ കുത്ത് നടക്കത്തില്ല, മിക്കവാറും നാളെ ആയിരിക്കും കാതുകുത്താൻ പോണത്. എനിക്കറിയാൻ വയ്യ, നാളെ കുത്തെങ്കിൽ നാളെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. നൈറ്റ് എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകുമെന്ന് അറിഞ്ഞില്ല, ഔട്ടിങ്ങിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ദേവിക്ക് ഇതണക്ക് എവിടെയാണ്ട് പോകണമെന്ന് നിൽക്കുകയാണ്. ബീച്ചിൽ പോകണമെന്നൊക്കെ വൈകുന്നേരം കൊണ്ട് പറഞ്ഞു. ഇവന് കാതുകുത്തുന്നതുകൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. നമ്മൾ ചിലപ്പോൾ ചിലർ നെഗറ്റീവായിട്ട് എടുക്കുക. ഇപ്പോഴേ കാതുകുത്തേണ്ട കാര്യമുണ്ടോ? നമ്മൾ ചെറുതില്ല, അതായത് 28 തൊട്ടിട്ട് നമുക്ക് കാതുകുത്താം. ആ ടൈമിലൊക്കെ കാതുകുത്തുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേദന അധികം അറിയില്ല. അന്നേരത്തെ ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ. അവർക്ക് ബുദ്ധി വയ്ക്കാത്ത ടൈമാണല്ലോ. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കാതുകുത്തുന്നുണ്ടെങ്കിൽ വേദന ഉണ്ടാവും, നല്ല വേദന ഉണ്ടാവും. അവർ പിടിക്കുകയും തൊടുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് വേദന ഉണ്ടാവും. ഇത് വേദന ഉണ്ടാവില്ല. കാശിയുടെ ടൈമിൽ ഞാൻ 56ൻ്റെ അന്നാണ് കൊണ്ട് കാതുകുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ 56ന് കുത്തണമെന്ന് വെച്ചാൽ എന്തോ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടൊക്കെ സെറ്റായതിനു ശേഷം കാതുകുത്താമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ എന്തിട്ടുണ്ട് വിശേഷം? നാളെ കുത്താണെന്നുണ്ടെങ്കിൽ നാളെ ഇതിൻ്റെ വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ബേബി നല്ല ഉറക്കമാണ്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഒതുക്കി റൂമൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എൻ്റെ റൂമിൻ്റെ അവസ്ഥ, ഗൂഗിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ റൂമിൻ്റെ അവസ്ഥയൊക്കെ ശോകമാണ് കേട്ടോ. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ സ്റ്റീൽ ബോഡി കാണിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ. മെഹന്തിയൊക്കെ മാഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഫംഗ്ഷൻ വരണമെങ്കിൽ എത്ര നാൾ? ദേവിനെ കെട്ടിക്കണം. അപ്പോൾ ശരി, ടാറ്റ.